ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചിക്കൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു തുടം വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് സവോളയല്ല, വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു കപ്പ് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിയല്ല, ചുവന്നുള്ളി വെളുത്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ മസാല പൗഡർ കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് അടിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് കേട്ടോ, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മതി കേട്ടോ, ഗ്രാമ്പൂ, ഒരു ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കാൻ പോവാണേ. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര ഐറ്റംസ് മാത്രമായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് താളിക്കണം. കുക്കർ എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഈ സീസേമിയ ഓയിലാണ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സീസേമിയ ഓയിലാണ് കേട്ടോ. ഇത് വേറെ എണ്ണ വേണമെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയും തീർന്നു, ഓയിൽ പിന്നെ സൺഫ്ലവർ ഓയിലാണ്, അത് എടുത്തില്ല. ഞാനിപ്പോൾ ഇതായിട്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു കേട്ടോ. നന്നായിട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുവാണേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക്, 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 സെക്കൻഡ്. 1 ടീസ്പൂൺ കൂടി ഞാൻ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്തേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഈ അരപ്പിൻ്റെ മിക്സിയിലേക്ക് ഇട്ടത്, അത് ഞാൻ എടുത്തിട്ട് ഇടുവാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, ഒരു 500 ഗ്രാമാണ് കേട്ടോ. വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചതാണ്. അത് ഞാനിപ്പോൾ ഈ സമയത്ത് കുക്കറിലേക്ക് ഇടുവാണേ. നന്നായിട്ടൊന്ന് പുരട്ടി വെക്കട്ടെ. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. ഇതിനകത്തേക്ക് ഞാനൊരു സ്വീറ്റ് പൊട്ടറ്റോ അരിഞ്ഞിടുക കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സാധാരണ കപ്പ ഇടാം, പിന്നെ റാഡിഷ് ഇടാം. അപ്പം എൻ്റെ കയ്യിൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, ഞാനത് ഇതിനകത്തേക്ക് അരിഞ്ഞിടുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് 3 വിസിലാട്ടോ. എൻ്റെ ഈ കുക്കറിന് 3 വിസിലാണ്. ഓരോ കുക്കറിനും ഓരോ രീതി അനുസരിച്ചാണ്. അപ്പോൾ ഇതിനെനിക്ക് 3 വിസിലാണ്. ഞാനതൊന്ന് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ വിസിൽ വന്നു കേട്ടോ. 3 വിസിൽ വന്നു. ഞാൻ ഇറക്കി വെച്ചേക്കുക കേട്ടോ. നമുക്ക് ആ സ്റ്റീം ഒന്ന് പോയി കഴിഞ്ഞിട്ട് തുറക്കാം. ഞാൻ കുക്കറൊന്ന് തുറക്കുക കേട്ടോ. ആ സ്റ്റീം പോയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഗ്രേവി അധികം വേണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. ഈ സമയത്ത് ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ തൈരിടുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഞാനൊരു ഡിഷിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിൻ്റെ മീതെ ഒരു 1/4 ടീസ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആ സമയത്ത് മറന്നുപോയി ഞാൻ വീഡിയോ പിടിക്കാനായിട്ട്.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ? അപ്പം നല്ല ടേസ്റ്റും കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ കഴിക്കാം. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, എനിക്ക് സപ്പോർട്ടിനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.